വാർത്തകളെല്ലാം വാർത്തകളുടെ വഴിയേ പോകട്ടെ. എല്ലാ വാർത്തകളും, എല്ലാ വാർത്താ കണ്ണുകളും, എല്ലാ ക്യാമറ കണ്ണുകളും ഇപ്പോൾ തൃശ്ശൂർ നഗരത്തിലാണ്. ഏറ്റവും വലിയ വാർത്ത, തൃശ്ശൂരിൽ 100 കണക്കിന് പുലികൾ ഇറങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. ആ 100 കണക്കിന് പുലികൾ തൃശ്ശൂർ നഗരിയെ ഇനി ഏതൊക്കെ തരത്തിലുള്ള അർമാദങ്ങളിലേക്ക്, ആവേശങ്ങളിലേക്കാണ് ഉയർത്തിക്കൊണ്ടുപോവുക എന്നാണ് നമ്മൾക്ക് കാണേണ്ടത്. പുലികളിയുടെ ദൃശ്യങ്ങൾ തന്നെ കാണിച്ചുകൊണ്ടേയിരിക്കുക. ഞാനല്ല ഇവിടെ പുലി, പുലികളിലേക്ക് തന്നെ ക്യാമറയുടെ കണ്ണുകൾ തിരിയട്ടെ. ശക്തന്റെ തട്ടകത്തിൽ വരയൻ പുലികളും പുള്ളിപ്പുലികളും കരിമ്പുലികളും എല്ലാം അരങ്ങുവാഴാനുള്ള ഒരുക്കങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഓണാഘോഷത്തിന് പരിസമാപ്തി കുറിച്ച് സാംസ്കാരിക നഗരത്തിന് ആവേശവും ആനന്ദവും പകർന്ന് പുലികൾ നടന്നുകൊണ്ടിരിക്കുന്നു. തൃശ്ശൂരിന് ഓണം പൊടിപൊടിക്കണമെങ്കിൽ പുലികൾ ഇറങ്ങിയേ പറ്റൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. താളമേളങ്ങളുടെ അകമ്പടിയോടെ പുലിക്കൂട്ടം സ്വരാജ് റൗണ്ടിലേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. ജനങ്ങൾ ആവേശ കൊടുമുടിയിലായിക്കൊണ്ടിരിക്കുന്നു. സായാഹ്ന സൂര്യന്റെ ഇളം മഞ്ഞ വെയിലിൽ ഇതാ ഇളം മഞ്ഞ നിറമുള്ള പുലികളും ഇറങ്ങിയിരിക്കുന്നു. സ്വദേശികളും വിദേശികളും അടക്കം ആയിരക്കണക്കിന് പേർ പുലിക്കൂട്ടത്തെ കാണാനായി പാതകളുടെ ഇരുവശങ്ങളിലും നിലയുറപ്പിച്ചിരിക്കുകയാണ്. ആറ്റുനോറ്റിരുന്ന കുടവേറന്മാരുടെ സംഘം പുലിവേഷം കെട്ടിയതാ ജനങ്ങളെ കാണാൻ എത്തിക്കൊണ്ടിരിക്കുന്നു. മാവേലി കാണാൻ വരുന്നത് പോലെ അന്യവൽക്കരിക്കപ്പെട്ട സാധാരണക്കാരായ ജനങ്ങളെ തെരുവിൽ കാണുന്ന പുലികളുടെ കൂട്ടം. ഇത് കൊട്ടാരത്തിന്റെ കലയല്ല, തെരുവിന്റെ കലയാണ്. പുലിക്കളിയിൽ വയറാണഴക്. ദേഹത്തെ പുലിമുഖങ്ങൾ വിരിയുന്നത് ഒട്ടേറെ കലാകാരന്മാരുടെയും കലാകാരികളുടെയും കലാവിരുതിലാണ്. അവരെ കാണാൻ, ആ പുലികളെ കാണാൻ, പുലികൾ ഒരിക്കലും ആക്രമിക്കാത്ത, എപ്പോഴും ചിരിക്കുന്ന, എപ്പോഴും സന്തോഷിപ്പിക്കുന്ന, എപ്പോഴും നൃത്തം ചെയ്തുകൊണ്ടിരിക്കുന്ന, എപ്പോഴും താളാത്മകമായി നമ്മുടെ ഹൃദയത്തോട് സംവദിച്ചുകൊണ്ടിരിക്കുന്ന പുലിക്കൂട്ടങ്ങളെ കാണാനായി സ്വരാജ് റൗണ്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ഓണ ആഘോഷ ലഹരിയിലുള്ള ആൾക്കൂട്ടങ്ങളെയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ദേഹത്തെ പുലിമുഖങ്ങൾ, ആ പുലിമുഖങ്ങൾ വിരിയുന്നത് ഒട്ടേറെ കലാകാരന്മാരുടെയും കലാകാരികളുടെയും കലാവിരുതിലാണ്. മിന്നിത്തിളങ്ങുന്ന ചായങ്ങൾ പൂശി കൂർത്ത പല്ലുകളും നീണ്ട നാക്കുമുള്ള പുലികൾ ഏവരുടെയും ഹൃദയം കീഴടക്കുമെന്ന് അറിയാവുന്നവരാണ് തൃശ്ശൂരിലേക്ക്, സാംസ്കാരിക നഗരിയിലേക്ക്, ശക്തൻ തമ്പുരാന്റെ തട്ടകമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നഗരിയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. ഓർക്കുക, യുവജന സംഘം വിയ്യൂർ, വിയ്യൂർ ദേശം, ചക്കാമുക്ക് ദേശം, ശക്തൻ പുലിക്കളി സംഘം, ശങ്കരൻകുളങ്ങര ദേശം, കാനാട്ടുകര ദേശം, സീതാറാം മിൽ ദേശം, പുലിക്കളി സംഘാടക സമിതി, പാട്ടിരായ്ക്കൽ ദേശം, കലാകായിക സാംസ്കാരിക സമിതി, അയ്യന്തോൾ ദേശം, പുലിക്കളി സംഘാടക സമിതി എന്നിങ്ങനെ 9 സംഘങ്ങൾ പുലിക്കളിയിൽ ഈ സാംസ്കാരിക നഗരിയെ, തൃശ്ശൂരിനെ ആവേശം കൊള്ളിക്കാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആന്റണി എന്ന പുലി, കേരള വിഷൻ ന്യൂസിന്റെ മാധ്യമപ്രവർത്തകനായ ആന്റണി ജിസ് ജോർജ് ഈ ദിവസം ഒരു പുലിയാണ്. അവിടെ നിന്ന് ആ പുലി വിശേഷങ്ങൾ പങ്കുവെച്ചുകൊള്ളൂ ആന്റണി ജിസ് ജോർജ്. തീർച്ചയായും ബനേഷ്, ഇനി അല്പസമയം മാത്രമാണ് ഈ എനിക്ക് പിന്നിൽ കാണുന്ന സ്വരാജ് റൗണ്ട് പുലികളെ കൊണ്ട് നിറയാനുള്ളത്. ഇപ്പോൾ തന്നെ പുലിമടകളിൽ നിന്ന് പുലികൾ ഇറങ്ങിത്തുടങ്ങി. അതിന്റെ ആവേശം ഇവിടേക്ക് ഒരു സ്ഥലത്ത് നിന്ന് ഇപ്പോൾ പടർന്ന് വരികയാണ്. ആളുകൾ നിരന്ന് വരികയാണ്. എനിക്കൊപ്പം നമ്മോടൊപ്പം ശ്രീ നന്ദകിഷോറുണ്ട്. അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം, എങ്ങനെയുണ്ട് നന്ദേട്ടാ ഈ ഒരു ആവേശമൊക്കെ? പുലികളുടെ ആവേശം ഭയങ്കര ആവേശമാണ്. കാരണം പുലിക്കളി, പൂരം എന്ന് പറഞ്ഞാൽ തൃശ്ശൂർക്കാർക്ക് ഇത് രണ്ടുമാണല്ലോ പ്രധാനപ്പെട്ടത്. ആറപ്പ് വിളിക്കുമ്പോൾ ആറാപ്പ് പൂ പൂ, ആറാപ്പ് പൂ പൂ എന്ന് വിളിക്കണം. പൂ എന്ന് പറയുന്നത് പുലിക്കളിയും, പൂ എന്ന് പറയുന്നത് പൂരമാണ്. അപ്പോൾ പൂ എന്ന് പറഞ്ഞാൽ തൃശ്ശൂരിൻ്റെ സാംസ്കാരികമായ ജനകീയമായ 2 ഉത്സവങ്ങളായി. പുലിക്കളി, പൂരം. അപ്പോൾ ആറാപ്പ് പൂ എന്ന് പറയുന്ന തരത്തിൽ ഇപ്പോൾ കണ്ടപ്പോൾ നമുക്ക് റൗണ്ട് തന്നെ നോക്കിയാൽ മനസ്സിലാവും. റൗണ്ട്, ഊടുവഴികൾ, ഇടവഴികൾ, നടവഴികൾ, ഇതൊക്കെ തന്നെ ഈ വ്യാഘ്രലീല എന്ന് സംസ്കൃതത്തിൽ പറയാവുന്ന, ടൈഗർ പ്ലേ എന്ന് ഇംഗ്ലീഷിൽ പറയാവുന്ന, ശാർദൂല വിക്രീഡിതം എന്ന് സംസ്കൃതത്തിൽ പറയാവുന്ന ഈ പുലിക്കളി കാണാൻ വേണ്ടി പുലിക്കളി രസികന്മാർ, വ്യാഘ്രലീല രസികർ, ജാതി മത വർഗ വർണ്ണ ലിംഗഭേദമില്ലാതെ, പ്രായഭേദമില്ലാതെ, പ്രായമായവരും കുട്ടികളും അടക്കം സർവ്വ ആളുകളും തടിച്ചുകൂടി ഈ റൗണ്ടിൽ നിൽക്കുന്ന ഒരവസ്ഥ. ഈ പുലിക്കളിക്ക് തൃശ്ശൂർ മാത്രമല്ല, ഞാൻ 1-2 ആലപ്പുഴയിൽ നിന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വരെ ഇവിടെ വന്നിട്ടുണ്ട്. ഞാനൊരു പുലിമടയിൽ വെച്ച് അദ്ദേഹത്തോട് സംസാരിച്ചു. അപ്പം അങ്ങനെ വിദൂര ദേശങ്ങളിൽ നിന്ന് പോലും വിദേശികൾ വന്നിട്ടുണ്ട്. മദാമ പുലികൾ, സായിപ്പ് പുലികൾ, അങ്ങനെ അനവധി പുലികൾ, വെള്ളപ്പുലികൾ, കരിമ്പുലികൾ, മഞ്ഞപ്പുലികൾ, വരയം പുലികൾ. ഷർട്ട് ഇട്ടിട്ട് ഇപ്പോഴത്തെ ആളുകളുടെ ഷർട്ട് കണ്ടാൽ തന്നെ ഏതാണ്ട് പുലിക്കളിക്ക് വേഷം കിട്ടിയ പോലെയാണ്. വനിതകളുടെ വേഷം കണ്ടാൽ പെണ്ണുങ്ങൾ പുലിക്കളിക്ക് വേഷം കിട്ടിയ പോലെയാണ്. ആണുങ്ങളുടെ വേഷം കണ്ടാൽ ആണുങ്ങൾ പുലിക്കളിക്ക് വേഷം കിട്ടിയ പോലെയാണ്. മാസ്ക് ഉണ്ടാവില്ല എന്ന് മാത്രമേ ഉള്ളൂ. മോന്ത മനുഷ്യൻ്റെ മോന്ത തന്നെയായിരിക്കും. പുലിയുടെ മോന്ത എന്നേ പറയാൻ പാടുള്ളൂ. മുഖം എന്നുള്ളത് സംസ്കൃത പദമാണ്. മുഖം, പുലി മോന്ത
കുമ്മാട്ടി മോന്ത എന്നൊക്കെയാണ്. ആ മോന്തയില്ല എന്ന് ചോദിച്ചാൽ ബാക്കിയൊക്കെ ഏതാണ്ട് വേഷം കെട്ടി പുലിക്കളി കാണാൻ തന്മയീഭാവം പ്രാപിക്കാൻ ലോകത്തെ ഏറ്റവും ഒന്നാം തരം നമ്പർ 1 എണ്ണപ്പെട്ട സ്ട്രീറ്റ് തിയേറ്റർ തെരുവ് നാടകം കളിയാണ് ഈ പുലിക്കളി. അത് കാണാൻ വേണ്ടി തികച്ചും ജനകീയമാണ്. അതിൽ യാതൊരുവിധ വിഭാഗീയ ചിന്തകളുമില്ല. മനുഷ്യൻ പല കാരണങ്ങളാൽ വിഘടിച്ചും തമ്മി തല്ലിയോടി തലപൊളിക്കുന്ന ഈ കാലത്ത് മനുഷ്യനെ ഒന്നിപ്പിച്ച് നിർത്തുന്ന ഒരു ചരടായിട്ട് ഈ പുലിക്കളി മാറിക്കൊണ്ടിരിക്കുകയാണ്. അത് കാണാൻ തിങ്ങി നിറഞ്ഞ ആവേശമാണ് ജനങ്ങൾക്ക്. ജനകീയമാക്കുന്നത് ഇങ്ങനെ എന്താണ് ആളുകൾ ഇത്ര ഇതിലേക്ക് ഇങ്ങനെ കൊരുത്ത് വലിക്കുന്ന ഒരു കാര്യം എന്തായിരിക്കും? പുലിക്കളിയിലേക്ക് ആളുകളെ കോർത്തു വലിക്കുന്നതിൻ്റെ കാരണം പ്രധാനമായിട്ട് ജനങ്ങൾ ഉത്സവപ്രിയരാണല്ലോ. ജനങ്ങൾ വെച്ചാൽ താങ്കൾ ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ ഉത്സവം കാണാൻ ആഗ്രഹിക്കും. പുലിക്കളി ഒരു ഉത്സവമാണ്. പുലിക്കളി മത്സരം ഉണ്ട്, അതിൽ ഇല്ല. പക്ഷെ പുലിക്കളി വാസ്തവത്തിൽ ഒരു മത്സരത്തിൻ്റെ തൃശ്ശൂർ പൂരത്തിൽ മത്സരമുണ്ട്. തൃശ്ശൂർ പൂരത്തിന് മത്സരം ഉണ്ടായാലേ പൂരം നന്നാവുള്ളൂ എന്ന് കണ്ടിട്ടാണ് ആധുനിക തൃശ്ശൂർ നഗരത്തിൻ്റെ ശില്പി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കൊച്ചി രാമവർമ്മ ശക്തൻ തമ്പുരാൻ തിരുമനസ്സുകൊണ്ട് ഈ രണ്ട് കക്ഷികൾ തമ്മിൽ മത്സരം ഉണ്ടാവട്ടെ, മത്സരം ഉണ്ടെങ്കിലേ പൂരം നന്നാവുള്ളൂ എന്ന് അങ്ങനെയാണ് അദ്ദേഹം ചിട്ടപ്പെടുത്തിയത്. മത്സരം, പക്ഷേ ആ മത്സരം ഒരിക്കലും അതിര് വിടാറില്ല. ഈ നമ്മളെ കക്ഷികൾ തമ്മിൽ മത്സരിച്ച് തല്ലുണ്ടാകുന്ന പോലെ മത്സരത്തിൽ അതൊരു സൗന്ദര്യാത്മക മത്സരമാണ്, ഒരു സ്പോർട്ടീവ് സ്പിരിറ്റിലാണ് അത് എടുക്കുന്നത്. പുലിക്കളിക്ക് അങ്ങനെ മത്സരമുണ്ട്. പക്ഷേ ആ മത്സരത്തിൻ്റെ അതിർവരമ്പിളൊക്കെ ലംഘിച്ചുകൊണ്ട് ഇത് ഒരു ഉത്സവത്തിൻ്റെ പരിവേഷമണിഞ്ഞ് എല്ലാവരും ഇതിൽ ഭാഗഭാക്കാകുന്ന അങ്ങനെയുള്ള ഒരു ഫ്രീഡം. വാസ്തവത്തിൽ പൂരം എന്ന് പറഞ്ഞാൽ ഫ്രീഡം എന്നാണ്. പൂരത്തല്ല് എന്ന് പറഞ്ഞാൽ എന്താ? അസല് തല്ല്. പൂരത്തെറി എന്ന് പറഞ്ഞ ഒരു റെസ്ട്രിക്ഷൻ ഇല്ലായ്മ. നിത്യജീവിതത്തിൽ നമ്മൾ പരിഷ്കാരത്തിൻ്റെ പേരിൽ, സിവിലൈസേഷൻ്റെ പേരിൽ കാട്ടിക്കൂട്ടുന്ന കൃത്രിമമായ നൈസർഗികമായ സകല ചോദനകളെയും തടയുന്ന ആ പരിഷ്കാരത്തിനെതിരെയുള്ള ഒരു വെല്ലുവിളിയായിട്ടാണ് ഈ പുലിക്കളി കളിക്കുന്നതും. അതിൻ്റെ മേക്കപ്പ് സിസ്റ്റമൊക്കെ നോക്കിയാൽ മനസ്സിലാവും. അത്തരത്തിലുള്ള അതിനോടുള്ളൊരു ഐക്യപ്പെടൽ കൂടി ആയിരിക്കാം, ജനങ്ങൾക്കൊരു ഫ്രീഡം കിട്ടുന്ന അവസ്ഥ കൂടിയായിരിക്കാം ഈ പുലിക്കളിക്ക് ഇത്രമാത്രം ജനപ്രീതി വരാനുള്ള കാരണം. ഈ മേളം, അതിൻ്റെ ആ താളമൊക്കെ നമ്മൾ കാണാത്ത വേറൊരു ഔദ്രതയുണ്ട് ആ താളത്തിന്. അതായത് പുലിക്കളിയുടെ വാദ്യങ്ങൾ എന്ന് പറയുന്നത് ചെട്ടിവാദ്യം, ചെണ്ടയാണ് പ്രധാനമായിട്ട്. ചെണ്ട സ്വതേ അസുരവാദ്യമായിട്ട് അമ്പലങ്ങളിലൊക്കെ ദേവന്മാർക്ക് കൊട്ടാൻ ഉപയോഗിക്കുമെങ്കിലും അസുരവാദ്യമായിട്ട് കണക്കാക്കുന്നത്. പക്ഷെ അതേസമയം തന്നെ 18 വാദ്യവും ചെണ്ടയ്ക്ക് താഴെ എന്നൊരു ചൊല്ലുണ്ട്. പുലിക്കളിയുടെ താളം എന്ന് പറയുന്നത് പുലിക്കൊട്ടും പനന്തേങ്ങയും പുലിക്കൊട്ടും പനന്തേങ്ങയും പുലിക്കൊട്ടും പനന്തേങ്ങയും പുലിക്കൊട്ടും പനന്തേങ്ങയും അങ്ങനെ താളത്തിൽ പുലികൾ കളിച്ചു വരികയാണ്, നൃത്തം വെച്ചു വരികയാണ്. നൃത്തം വെച്ച് വരുമ്പോൾ ഇത് ശരിക്കും മെയ്യിൻ്റെ കലയാണ്. മെയ്യുണ്ടല്ലോ, മനുഷ്യൻ്റെ മെയ് ദിനം എന്ന് പറയുന്നത് മെയ്യ് കൊണ്ട് പണിയെടുക്കുന്നവൻ്റെ ദിനമാണ്. അപ്പം അങ്ങനെ ഇതൊരു മെയ് ദിനം കൂടിയാണ്, മെയ്യിൻ്റെ ദിനമാണ്. മെയ്യ് കൊണ്ട് പണിയെടുക്കുന്നവൻ, മെയ്യ് കൊണ്ടുള്ള പണിയാണ് ഈ പുലിക്കളി മുഴുവൻ. മനുഷ്യൻ്റെ ശരീരത്തെ പെയിൻ്റ് അടിച്ച് പുലി കളിക്കുന്നില്ലല്ലോ. വാസ്തവത്തിൽ പുലിക്കളി എന്നല്ല പണ്ട് പറഞ്ഞിരുന്നത്, പുലികെട്ടിക്കളി എന്നായിരുന്നു. പുലി കെട്ടിക്കളി. മനുഷ്യൻ പുലിയുടെ വേഷം കെട്ടിക്കളിക്കുകയാണ്. ഈ കെട്ടൽ എന്താന്ന് പണ്ട് ചോദിക്കുക, ആരാ രാവണൻ കെട്ടണേ, ആരാ ശ്രീരാമൻ കെട്ടണേ, ആരാ നളം കെട്ടണേ, ആരാ ദമയന്തി കെട്ടണേ, ആരാ പുഷ്കരൻ കെട്ടണേ, അങ്ങനെ അതിൽ കെട്ടൽ, അത് വേഷം കെട്ടലാണ്. അപ്പൊ പുലി കെട്ടിക്കളി, വളരെ കെട്ടി അങ്ങോട്ട് പോയിട്ട് എന്തിനായി പുലിക്കളി. പുലി കളിക്കുന്നത് ഇപ്പോൾ നമ്മൾ വയനാട്ടിൽ പുലി ഇറങ്ങി അല്ലെങ്കിൽ ഇവിടെ പുലി ഇറങ്ങി എന്ന് പറയണ്ട, അത് ശരിക്കും പുലി, അത് ആ കളി കളിച്ചാൽ കുഴപ്പമുണ്ടാവും. ഇത് പുലി കെട്ടിക്കളിയാണ്. വ്യാഘ്രലീല, വ്യാഘ്രത്തിന്റെ വേഷം കെട്ടി മനുഷ്യർ കളിക്കുന്നതാണ്. അപ്പോൾ ആ പുലിക്കളിയുടെ താളം അത് വാസ്തവത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ മെയ്യമ്മ എഴുതിയിട്ടാണ്. മനുഷ്യൻ്റെ മെയ്യമ്മ അവൻ്റെ ശരീരത്തിലുള്ള രോമം മുഴുവൻ വടിച്ച് കളഞ്ഞ് പെയിൻ്റ് അടിച്ച് അവൻ്റെ നെഞ്ചത്തും ഈ മനുഷ്യ ശരീരത്തെ ഒരു എന്താ പറയുക, ഒരു കെട്ടിടമായിട്ട് സങ്കല്പിച്ചാൽ അതിൻ്റെ നടുമിറ്റമാണ് ഈ നെഞ്ചും വയറിടങ്ങുന്ന ഭാഗം. അവിടെയാണ് പുലിയുടെ മുഖം വരയ്ക്കുക, മോന്ത വരയ്ക്കുക. പുലി മോന്ത വരയ്ക്കുമ്പോൾ ഈ പുലിയുടെ കണ്ണ് ഏതാണ്ട് ഈ മുലക്കണ്ണിൻ്റെ അവിടെ വരിക, ഇവിടെ പുലിയുടെ മുഖം വരച്ച. അപ്പോൾ പുരുഷൻ്റെ മുലക്കണ്ണ് പുലിക്കണ്ണായി മാറുന്ന ഒരു പ്രക്രിയ കൂടിയാണ്. അങ്ങനെയാണ് അവൻ്റെ. എന്നിട്ട് ഈ വയറുള്ള കലാകാരന്മാർക്ക് ഡിമാൻഡുള്ള ഒരൊറ്റ പെർഫോമൻസ് ആണ് എന്ത്. അതെ, ബാക്കി എല്ലായിടത്തും വയറെന്ന് പറയുന്ന ഒരു കുറവാണ്. നടന്മാരെ എക്സസൈസ് ചെയ്ത് വയറ് കളയും. ഇതിപ്പോ വയറുള്ളവർക്ക് ഡിമാൻഡ്. കാരണം വയറുമ്പിലാണ് പുലിമുഖം വരയ്ക്കുക. എന്നിട്ട് വയറിങ്ങനെ പ്രത്യേക രീതിയിൽ ചലിപ്പിക്കുമ്പോൾ പുലി ഇങ്ങനെ വന്ന് കാണിക്കുന്ന ഒരു പ്രതീതി ഉണ്ടാവും. ഇത് സാധാരണ സാമ്പ്രദായിക സൗന്ദര്യ സങ്കല്പങ്ങളെ, നായക സങ്കല്പങ്ങളൊക്കെ വെല്ലുവിളിച്ചുകൊണ്ടുള്ള ഒരു എന്താ പറയുക, മെയ്യുടെ സർഗാത്മക വിനിയോഗമാണ്. അതും പുലിക്കളിയുടെ ജനപ്രീതിക്ക് ഒരു കാരണമാണ്. അതുപോലെ
നമ്മൾ നേരത്തെ പറഞ്ഞു തുടങ്ങിയ ഒരു കഥയുണ്ട്. അതായത് പുലിക്കളി ഈ തൃശ്ശൂരിന്റെ ഭാഗമായി മാറി, പുലിക്കളി ഓണത്തിന്റെ ഭാഗമായി മാറി. അതിന് ഒരു 3-4 കഥകളുണ്ട്. നമ്മൾ കഴിഞ്ഞ വർഷവും പറഞ്ഞതാണ്. എന്നാലും ആദ്യത്തെ ഇത് എന്താണ്, നാനാ വിഭാഗക്കാരുടെ ഒരു കലയാണ് എന്ന് നമ്മൾ പറഞ്ഞു തുടങ്ങുന്നത്. കാരണം മുസ്ലിങ്ങളിലൂടെയാണ് ഈ കല ഇവിടെ എത്തിയത് എന്ന് പറയുന്നു. അല്ലെങ്കിൽ ഇവിടുത്തെ എന്താണ് ടിപ്പുവിന്റെ ഇതിലൂടെ. അപ്പൊ ആദ്യത്തെ കഥ മുതൽ അങ്ങ് തുടങ്ങാം. എങ്ങനെയാണ് ശരിക്കും പുലിക്കളി തൃശ്ശൂർ എത്തിയത്? കേൾക്കണം, എങ്ങനെയാണ് പുലിക്കളി തൃശ്ശൂർ എത്തിയത്? പുലിക്കളി തൃശ്ശൂരിലെത്തിയതിനെ പറ്റി പുഴുത്തെഴുത്ത് രാമമേനോൻ അദ്ദേഹത്തിൻ്റെ തൃശ്ശൂർ എന്ന പുസ്തകത്തില് പുലിക്കളി കൊണ്ടൊരു ലേഖനമുണ്ട്. അതിൽ പറയുന്നുണ്ട്. പിന്നെ വളരെ വർഷം 2008 സെപ്റ്റംബർ 14 ഞായറാഴ്ച ഇറങ്ങിയ ജനയുഗം പത്രത്തിൻ്റെ വാരാന്തത്തിൽ KR രേണുക എഴുതിയ നഗരം കീഴടക്കുന്ന നരികൾ എന്ന ലേഖനത്തിലും എങ്ങനെയാണ് പുലിക്കളി തൃശ്ശൂർ വന്നതെന്ന് പറയുന്നു. അതിലാദ്യം രേണുകയുടെ ലേഖനത്തിൽ നമുക്ക് തുടങ്ങാം. രേണുക പറയുന്നത്, അവർ ചരിത്ര വസ്തുക്കളെ ആസ്പദമാക്കി തന്നെയാണ് അത് പറയുന്നത്. അവർ പറയുന്നത് പുലിക്കളി എന്ന് പറയുന്നത് ഇസ്ലാം മതം പ്രചരിപ്പിക്കുന്നതിൽ നബി തിരുമേനിയുടെ സഹായിയായിരുന്ന അലിയുടെ 2 മക്കള് ഹസൈനും ഹുസൈനും വീരചരമ യുദ്ധത്തിൽ വീരചരമം പ്രാപിച്ചതിൻ്റെ സ്മരണയ്ക്ക് വടക്കേ ഇന്ത്യയിലെ പട്ടാണികൾ പഞ്ചയെടുക്കൽ എന്നൊരു ഉത്സവം നടത്തിയിരുന്നു. ഈ പഞ്ചയെടുക്കൽ എന്ന ഉത്സവത്തിൽ 10ാം ദിവസം, അതൊരു പ്രൊസഷൻ ഉണ്ട് 10ാം ദിവസം, അതിലാണ് ഈ പുലിക്കളി അരങ്ങേറിയിരുന്നത്. ഈ പട്ടാണികൾ കച്ചവടാവശ്യത്തിനും മറ്റു കാര്യങ്ങൾക്കായി തൃശ്ശൂർ വരികയും അപ്പോൾ സ്വാഭാവികമായിട്ട് അവരുടെ കൂടെ ഈ പുലിക്കളി, അവരുടെ ആഘോഷമാണല്ലോ പുലിക്കളി, മൊഹറത്തിന് ആഘോഷിച്ചിരുന്നതാണ്. പുലിക്കളിയും തൃശ്ശൂർ വന്നു. തൃശ്ശൂർ ഇന്നത്തെ പോസ്റ്റ് ഓഫീസ് റോഡിൽ ഡയമണ്ട് ലോഡ്ജ് എന്നൊരു ലോഡ്ജ് ഉണ്ടായിരുന്നു. അതിൻ്റെ മുമ്പിലാണ് ഈ പുലിക്കളി നടത്തിയിരുന്നത്. അപ്പോൾ ഒരു ഘട്ടത്തിൽ ഈ പുലിക്കളി അവരുടെ ഇടയിൽ തന്നെ ഇത് അനിസ്ലാമികമാണ് എന്ന് പറഞ്ഞ് 2 കൂട്ടക്കാർ തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുകയും ചില കശപിശയിലേക്ക് നയിക്കും എന്ന് കണ്ടപ്പോൾ അന്നത്തെ തൃശ്ശൂർ പോലീസ് ഇൻസ്പെക്ടറായിരുന്ന പാപ്പാളി ആ കൊല്ലം ഈ പുലിക്കളി നിരോധിച്ചു. പക്ഷെ പിറ്റേ കൊല്ലം ചെട്ടിയങ്ങാടിയിലെ ചെട്ടികൾ എന്ന് പറഞ്ഞാൽ ചെട്ടികൾ താമസിക്കുന്ന സ്ഥലമാണ്, ചെട്ടികൾ ഈ പുലിക്കളി ഏറ്റെടുത്തു. അങ്ങനെ 2 ടീമുണ്ടായി പിറ്റേ കൊല്ലം. ഒരു കൊല്ലം മുടങ്ങി, പോലീസ് ഇൻസ്പെക്ടർ നിരോധിച്ചു. പിറ്റേ കൊല്ലം ചെട്ടിയങ്ങാടിയിൽ നിന്നും പടിഞ്ഞാറ് നടക്കാവുന്ന 2 ടീമുകൾ വന്ന് മത്സരാടിസ്ഥാനത്തിൽ പുലിക്കളി തുടങ്ങുകയും ആ പുലിക്കളിക്ക് വിജയികൾക്ക് ട്രോഫി ഏർപ്പെടുത്തിയത് ചിറക്കേക്കാരൻ എന്ന് പറയുന്നത് ക്രിസ്ത്യൻ ഫാമിലിയാണ്. ഇസ്ലാം ഒറിജിനാണ്. അത് ചെട്ടികളെ ഹിന്ദുക്കൾ ഏറ്റെടുത്തു. അത് മത്സരത്തിന് ക്രിസ്ത്യാനി ട്രോഫി ഏർപ്പെടുത്തി. അങ്ങനെ ജാതിമത വർഗങ്ങളുടെ എല്ലാം അതിർവരമ്പ് ലംഘിച്ചുകൊണ്ട് ഇപ്പോൾ പുലിക്കളി പല ഘട്ടങ്ങൾ വികാസത്തിൻ്റെ, സൗന്ദര്യപരമായ വികാസത്തിൻ്റെ, മെറ്റമോർഫോസിസിൻ്റെ പല ഘട്ടങ്ങളിലൂടെ കടന്നു വന്ന് ഇപ്പോൾ വളരെ ക്ലീനായിട്ട് അച്ചടക്കം, അതുപോലെ തന്നെ വളരെ തൃശ്ശൂരിൻ്റെ ഓണാഘോഷം തൃശ്ശൂർ പറഞ്ഞ പുലിക്കളിയാണ്. അവിഭാജ്യ ഘടകമായി തൃശ്ശൂർക്കാരെ ഈ പുലിക്കളിയെ അസിമിലേറ്റ് ചെയ്തു, സ്വാംശീകരിച്ചു. ഇത് ഒരു പുഴുത്തെഴുത്ത് രാമമേനോൻ അദ്ദേഹത്തിൻ്റെ തൃശ്ശൂർ എന്ന ലേഖനത്തെ പറയുന്നത് ഇപ്പോഴത്തെ തൃശ്ശൂരെ ശക്തൻ തമ്പുരാൻ ബസ് സ്റ്റാൻഡ്, അവിടെ ഒരു ഇരട്ടച്ചിറ ശിവക്ഷേത്രം ഉണ്ട്. അത് ഇരട്ടച്ചിറ മൈതാനായിരുന്നു പണ്ട്. അവിടെ ബ്രിട്ടീഷുകാർ ഒരു നാടൻ പട്ടാള ക്യാമ്പ് സംഘടിപ്പിച്ചു. ഈ പട്ടാള ക്യാമ്പിൽ അധികവും മുസ്ലിങ്ങളായിരുന്നു, മറ്റു ജാതിക്കാരുണ്ട്, അധികം അവരായിരുന്നു. അവരവിടെ വരാനുള്ള കാരണം പറയുന്നത് ടിപ്പു സുൽത്താനും ശക്തൻ തമ്പുരാനും തമ്മിൽ നല്ല എഗ്രിമെന്റ് ഇതായിരുന്നു അത്ര. അന്തർധാര, അതെ, അവർക്കിടയിൽ അന്തർധാര സജീവമായിരുന്നു. അപ്പോൾ ഈ അന്തർധാര സജീവമായിപ്പോൾ ശക്തൻ തമ്പുരാൻ്റെ സൈന്യങ്ങൾക്ക് പീരങ്കി ഉപയോഗിക്കുന്നതിൽ അത്ര വൈദഗ്ധ്യമില്ല. ടിപ്പുവിന് പീരങ്കി ഉണ്ട്. ടിപ്പു മൈസൂർ കടുവ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. മൈസൂർ കടുവ, അതാണ് ഈ കടുവകളി വരാൻ കാരണം. ടിപ്പുവിനെ സന്തോഷിപ്പിക്കാൻ കൂടി കടുവയുടെ വേഷം കെട്ടി കളിക്കുക. മൈസൂർ കടുവയാണല്ലോ. അപ്പോൾ ടിപ്പുവിൻ്റെ പട്ടാളത്തിൽ നിന്ന് ചില മുസ്ലിംസ് ഈ പീരങ്കി ഉപയോഗിക്കാൻ ഇവിടുത്തെ പട്ടാളക്കാരെ പരിശീലിപ്പിക്കാൻ വേണ്ടി വന്നു. അങ്ങനെ പട്ടാള ക്യാമ്പിൽ മുസ്ലിംസ് ഉണ്ട്. അവർ ഈ മൊഹറം എന്ന് പറഞ്ഞാൽ അവർക്ക് ഓണാണ്. കാരണം അവരവിടെ പുലിക്കളി, അവരുടെ കളിയാണത്, സംഘടിപ്പിച്ചിരുന്നു. ആ പുലിക്കളിക്ക് അവർക്ക് നേതൃത്വം കൊടുത്തിരുന്നത് തൃശ്ശൂർ പണ്ട് ഒരു തല്ലുകാരൻ, ഗുണ്ടാപ്ലത ഭാഷ, ഒരു തല്ലുകാരൻ വെളുത്തേടൻ ശങ്കരൻ ഉണ്ടായിരുന്നു. വെളുത്തിടൻ ശങ്കരനാണ് നല്ല അഭ്യാസിയാണ്. വെളുത്തിടൻ ശങ്കരൻ റോട്ടിൽ കൂടെ നടന്നു പോകണാണ് ആളുകൾ നിൽക്കും. 6 അടി ഉയരം, നല്ല കുളപ്പുറത്ത് പോകുന്ന നല്ല ത്രിശാലമുട്ടൻ ആയിട്ടൊരു ആളാണ്. അദ്ദേഹത്തിൻ്റെ വീട് പൂത്തോളായിരുന്നു, ഇപ്പം അതില്ല. അദ്ദേഹത്തിൻ്റെ അടുത്ത് അദ്ദേഹമാണ് ഈ